ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂസ് പേപ്പറും കൊണ്ട് ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്നാണ് എൻ്റെ പ്ലാനിങ്. അപ്പോൾ ഒരു 4 ലെയർ ന്യൂസ് പേപ്പർ ഒട്ടിച്ചിട്ട് അത് ട്രീ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വിടർന്ന പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മീതെ കുറച്ച് പശ ഒട്ടിച്ച് അതിൻ്റെ മീതെ അതേ സൈസ് തന്നെയുള്ള പേപ്പറും കൂടി എടുത്ത് ഒട്ടിക്കാം. കാരണം നമ്മുടെ ട്രീക്ക് കുറച്ചും കൂടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 2 പേപ്പറായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണം എടുത്തതിന് ശേഷം എല്ലാവരും കൂടി ജോയിൻ ചെയ്തെടുത്തപ്പോൾ നമ്മളുടെ ആ ഒരു ടേബിളിൻ്റെ ആ ഒരു വലിപ്പത്തിൽ ഞാൻ പേപ്പർ മൊത്തം ഒട്ടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. മിക്കവരും ചാർട്ട് പേപ്പർ കൊണ്ടൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കും. അതൊന്നും വേണ്ട, ഈ ഒരു വലിപ്പത്തിൽ മാത്രം നമുക്ക് മതി. അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ കൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. വെറുതെ പൈസ ചിലവാക്കുന്നതിനാ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ സ്റ്റാറിൻ്റെ ബോഡി സെറ്റായിട്ടുണ്ട്. ഇനി അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ആ ഒരു സ്ഥലവും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാർട്ട് കുമ്പിളൂത്തി കഴിഞ്ഞു. കുമ്പിളൂത്തി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ആ ഒരു വി ഷേപ്പിൽ ആ ഒരു കട്ടിങ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ ട്രീയുടെ അടിഭാഗം ഞാൻ ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. റൗണ്ടാക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ട്രീയുടെ ഭംഗി ഉണ്ടാവുമെന്ന് തോന്നുന്നു. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് പയ്യെ പയ്യെ കട്ട് ചെയ്തെടുക്കാം. ആ കട്ട് ചെയ്ത് കളയുന്ന പേപ്പറൊന്നും കളയണ്ട, നമുക്കതൊക്കെ ആവശ്യമുള്ള പേപ്പറുകളാണ്. അതിന് ശേഷം ഈ ട്രീയുടെ അകഭാഗം ഒട്ടിപ്പോവാത്ത രീതിയിൽ നമ്മൾ എടുക്കണം കേട്ടോ. കാരണം ഞാൻ ഒത്തിരി സമയമൊന്നും എടുക്കാണ്ടാണ് പശ വെച്ച് ഒട്ടിക്കുന്നതും അപ്പം തന്നെ അത് റൗണ്ടാക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഒട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് ഒട്ടിപ്പോവാത്ത രീതിയിലാണ് ഞാനത് ഓരോന്നും പയ്യെ പയ്യെ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒട്ടിച്ചതിന് ശേഷം പശയൊക്കെ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കുമ്പിൾ കുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി അതിൻ്റെ ഉള്ളിലൊന്നും ഒട്ടിയിട്ടൊന്നുമില്ല. പിന്നെ പാടത്തു നിന്നൊരു ഓസ് എടുത്തിട്ട് വന്നിട്ടുണ്ട് ടെറസിൻ്റെ മുകളിൽ നിന്ന്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഓസ് എടുത്ത് വെക്കാം. കാരണം നമ്മുടെ ട്രീ നമുക്ക് എവിടെയെങ്കിലും എടുത്ത് വെക്കണമല്ലോ, ചെടിച്ചട്ടിയുടെ ഉള്ളിലോ അങ്ങനെ എവിടെയെങ്കിലും എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ നമുക്കിനി നേരെ ട്രീയുടെ ഉള്ളിലേക്ക് ആ ഓസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ന്യൂസ് പേപ്പറുകൾ ചെറിയ ചെറിയ പീസായിട്ട് പയ്യെ പയ്യെ ചുരുട്ടി കൂട്ടി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. അപ്പോൾ ആ ട്രീ ഒന്ന് വീർത്ത് നിൽക്കണമല്ലോ, അത് തളർന്നാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒഴിച്ച് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളുടെ ട്രീയുടെ ഏറ്റവും അടിയിൽ നമുക്ക് വെക്കേണ്ട ഒരു സെറ്റപ്പാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പേപ്പറുകളൊന്നും താഴെ പോവാത്ത രീതിയിൽ ഒരു കാർഡ്ബോർഡ് റൗണ്ടാക്കി എടുത്തതിന് ശേഷം ആ ഒരു പൈപ്പിന് ഷേപ്പിൽ ഗ്യാപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കതങ്ങ് നന്നായിട്ട് ഒട്ടിച്ച് വെക്കാം. നമ്മളുടെ ഫെവിക്വിക്ക് കൊണ്ടൊന്നും ഒട്ടില്ല, അത് സെറ്റാക്കിയിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്കതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ട്രീ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ടുള്ള ഒരു വർക്കും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനൊരു 30 A4 സൈസിലെ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനുമാണ് എടുത്തേക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ഒരു 5 എണ്ണമെങ്കിലും മതി, ഡാർക്ക് ഗ്രീൻ 25 എണ്ണം, അങ്ങനെ ടോട്ടൽ 30 പേപ്പറാണ് എടുത്തേക്കുന്നത്. 3 എണ്ണം ആയിട്ട് മടക്കി അത് കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇനി ഭയങ്കര വലിയ പണിയെന്ന് വെച്ചാൽ ഇതേമാതിരി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. മൊത്തത്തിൽ കട്ടായി പോകാത്ത രീതിയിൽ വേണം നമ്മൾ പയ്യെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. നല്ല രീതിയിൽ ഉഷാറുണ്ടെങ്കിൽ മാത്രം ഈ പണിക്ക് ഇറങ്ങിയാൽ മതി. ഞാനൊരു ഉഷാറോടുകൂടി അങ്ങ് ഇറങ്ങി, പക്ഷെ ക്ഷീണിച്ച് പോകുന്നത് വേറെ വഴിയായിരിക്കും. അത്രയ്ക്ക് ടയേർഡായി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മൂസും കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ടയേർഡാവുന്നത്. അല്ലാണ്ട് നമ്മൾ നല്ല ഇൻട്രസ്റ്റിൽ അത് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വേറെ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ ആ ഒരു പേപ്പർ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടോ. ഇനി നമുക്ക് അതിനെല്ലാം വെവ്വേറാക്കി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കത്രികയോ അല്ലെ കത്തി വെച്ച് തന്നെയോ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ആ കത്രിക കൊണ്ട് തന്നെ പയ്യെ ഒന്ന് കട്ട് ചെയ്ത ആ ഭാഗം പയ്യെ ഒന്ന് വളച്ച് കൊടുക്കാം. കാരണം നമ്മൾ ട്രീയിൽ ഒട്ടിക്കുമ്പോൾ അങ്ങനെ വളച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഒന്ന് പയ്യെ വളച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ട്രീയിൽ ഒട്ടിക്കുമ്പോൾ എല്ലാം അങ്ങനെ ഒട്ടി ഇരുന്ന് പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ കാണാനായിട്ട് വലിയ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ട്രീക്ക് കാണാൻ കുറച്ചും കൂടി ഭംഗി വേണം എന്നുണ്ടെങ്കിൽ ഇത് പയ്യെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അടിഭാഗമൊക്കെ പയ്യെ ഞാൻ ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. താഴത്തുനിന്ന് വേണം തുടങ്ങാൻ, മുകളിൽ നിന്ന് തുടങ്ങിയാൽ ശരിയാവില്ല. അപ്പോൾ ഒട്ടിച്ച് കഴിയുമ്പോൾ തിരക്കേയില്ല എന്ന് തോന്നുന്നു. പയ്യെ എല്ലാം റെഡിയായി വരുമ്പോൾ അപ്പം ഞാൻ ഈ ട്രീനെ ഒരു കുഞ്ഞ് ബക്കറ്റിലാക്കിയാണ് വെച്ചേക്കുന്നത്. ഒരു കുഞ്ഞ് ബക്കറ്റിൻ്റെ ഉള്ളിൽ നേരെ ആ കുഴലെടുത്ത് ഉള്ളിലോട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ചുറ്റിനും മണ്ണിട്ട് കൊടുക്കുകയോ, ഞാനിപ്പോൾ തൽക്കാലം
തുണിയാണ് ബക്കറ്റിൻ്റെ ഉള്ളിലാക്കി ടൈറ്റായിട്ട് വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ട്രീയുടെ ലുക്ക്, ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടായിരുന്നോ? നല്ല രസമില്ലേ? ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനുള്ള കുറച്ച് കാര്യം കൂടി ചെയ്യാം കേട്ടോ. അതെല്ലാം പേപ്പർ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ A4 സൈസിലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് അതിനെ ചെറിയ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് സ്റ്റാറിൻ്റെ ഷേപ്പിൽ കേട്ടോ. അപ്പോൾ സ്റ്റാറിൻ്റെ ഷേപ്പിലാക്കിയതിന് ശേഷം നമുക്ക് ആ ഗിൽറ്റ് പേപ്പറിൽ വെച്ചിട്ട് നമുക്ക് ആ ഗിൽറ്റ് പേപ്പർ കുഞ്ഞു കുഞ്ഞു സ്റ്റാറായിട്ട് കട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവില്ലേ? ഗിൽറ്റ് പേപ്പറിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ നമുക്ക് പയ്യെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ട്രീ തൂക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. ആ 2 ഗിൽറ്റ് പേപ്പറും കൊണ്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറെ ചെറിയൊരു സംഭവം കൂടി റെഡിയാക്കാം കേട്ടോ. അതേമാതിരി ചെറിയ ഒരു കാർഡ്ബോർഡാണ് ഞാൻ റൗണ്ടാക്കി കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഗിൽറ്റ് പേപ്പർ 1 സെൻറ്റിമീറ്റർ വീതിയിൽ നീട്ടത്തിൽ, നല്ല നീട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് കുനുകുനാന്ന് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു റൗണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു റൗണ്ടിന് ഇങ്ങനെ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്ത് ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കണ്ടപ്പോൾ ഒന്നും തിരക്കേടില്ലാന്ന് തോന്നി. അപ്പോൾ പശ വെച്ച് ഒട്ടിക്കുമ്പോൾ മാക്സിമം നമ്മൾ ഏതെങ്കിലും നല്ലൊരു പശ വെച്ച് ആദ്യം ഒട്ടിക്കാൻ നോക്കണം. ആദ്യത്തെ അറ്റഭാഗം അല്ലെങ്കിൽ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഈ പേപ്പർ ഇങ്ങനെ പെട്ടെന്ന് ഒട്ടുന്ന ഒരു പേപ്പറല്ല. ഫെവിക്വിക്ക് കൊണ്ടായാലും ചെറുതായിട്ടൊന്ന് പയ്യെ ഒട്ടിച്ചു കൊടുത്താൽ അടിപൊളിയായിട്ട് അത് ഒട്ടിയിരുന്നോളും. അപ്പോൾ നമ്മളുടെ ആ ഒരു ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളത് ആക്കി കഴിഞ്ഞു. ചെറിയ ചെറിയ ഓരോരോ പൊട്ടബുദ്ധി തോന്നുന്ന, പൊട്ട മനസ്സിൽ തോന്നിയ ഓരോരോ പൊട്ടത്തരങ്ങളൊന്നും ചിന്തിച്ചാൽ മതി. ഇത് നമുക്ക് അങ്ങനത്തെ 2-3 കൂടി ആക്കിയെടുത്താൽ നമ്മുടെ ട്രീയിൽ വെക്കാനുള്ള ആ സംഭവങ്ങളൊക്കെ ആയി. പിന്നെ നമ്മുടെ കൈയിൻ്റെ വിരലിൻ്റെ തുമ്പിലൊക്കെ നിറച്ചും പശയും ഗിൽറ്റുമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാറിൻ്റെ മുകളിൽ ഞാനൊരു കുഞ്ഞ് സ്റ്റാർ, ട്രീയുടെ മുകളിലൊരു കുഞ്ഞ് സ്റ്റാർ ഒട്ടിച്ചു കൊടുത്തു. ചേട്ടായി വൈകുന്ന കളിയാക്കായിരുന്നു കേട്ടോ നേരത്തെ. ചേട്ടായി അവിടെ ഇപ്പം എൻ്റെ ക്യാമറയുടെ മുമ്പിൽ വരുന്നില്ല, ആൾക്ക് ഉറക്കപ്പിച്ചൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം രാത്രി ആയിട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇത് മൊത്തം സെറ്റാക്കിയിട്ട് നമുക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ നാളെ നാട്ടിൽ പോവാണ്, ചേട്ടായിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര മടിയാണ്. വീഡിയോ എടുത്ത് ഒത്തിരി വീഡിയോ ഫോണിൽ കിടപ്പുണ്ട്. എഡിറ്റ് ചെയ്തിടാനുള്ള മടി കൊണ്ടാണ് ഇപ്പം ഡിലേ ആവുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ ക്രിസ്മസ് ട്രീയുടെ ആ ഒരു വീഡിയോ എപ്പോഴേ വന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി നാട്ടിൽ പോയതിന് ശേഷം ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇടാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മുടെ ട്രീയുടെ ആ ഒരു ലുക്ക്, അവസാനത്തെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് പയ്യെ കുറച്ച് ലൈറ്റിങ്ങും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ലൈറ്റിങ്ങൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പർ, ഗിൽറ്റ് പേപ്പർ അധികം പെട്ടെന്ന് ഒട്ടുന്നില്ല. ഫെവിക്വിക്ക് കൊണ്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പേപ്പറിൽ അത് വേഗം ഒട്ടിക്കോളും. അപ്പോൾ ഞാൻ ഗിൽറ്റ് പേപ്പർ ആ ഒരു റൗണ്ടിൻ്റെ ആ സംഭവം വേറെ എന്തെങ്കിലും ഡിസൈനും കൂടി ആക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് നിന്ന നിപ്പിൽ തന്നെ എന്തൊക്കെയോ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ട്രീ എല്ലാവർക്കും ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അമ്മൂസിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തതിന്. അമ്മൂസ് എനിക്ക് കുറേ ഉമ്മയൊക്കെ തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ അല്ലേ. പണ്ടൊക്കെ ട്രീ മരം വെട്ടിയിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അതിനൊന്നും ആയിരിക്കും നേരമില്ല. പൈസ കൊടുത്ത് അധികം ട്രീ ഒന്നും വാങ്ങിച്ചാൽ ആരും പൈസ കളയണ്ട. അതൊരു 100 രൂപയ്ക്ക് നല്ല അടിപൊളി ട്രീ ആയിട്ടില്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.